ഇന്ന് ഞാൻ 50 രൂപ നോട്ടിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ചിത്രത്തിനെ നേരിട്ട് കാണാൻ പോയ വീഡിയോ ആണിത്. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റതും രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം. ഞാനിപ്പോ നേരെ ഈ ഒരു അമ്മന്റെ കടയിൽ പോയി ഒരു ചായ വാങ്ങി. ഞാൻ ഇവിടെ വന്നിട്ട് കുടിച്ചതിൽ ഏറ്റവും നല്ല ചായ ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു സൈക്കിൾ റെന്റിന് എടുക്കാൻ വേണ്ടി വിജയണ്ണന്റെ കടയിലേക്കാണ് പോണത്. ഇതാണ് വിജയണ്ണൻ, പാവമാണ്. അങ്ങനെ വിജയണ്ണന്റെ സൈക്കിൾ വാങ്ങി ഞാൻ ആദ്യം പോയത് 50 രൂപ നോട്ടിക്കുള്ള സ്ഥലത്തേക്കായിരുന്നില്ല, മറിച്ച് ഈ ഒരു മഹാനവമി ദിബ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു ആദ്യം ഞാൻ പോയത്. അതിന് മുന്നൊരു കാര്യം, സൈക്കിൾ എന്റെ ഇല്ലാത്തതുകൊണ്ട് സൈക്കിൾ എവിടെ പോയിട്ട് നിർത്തുകയാണെങ്കിൽ ഇതുപോലെ പൂട്ടിയിട്ടിട്ട് വേണം പോവാൻ. പിന്നെ വിജയണ്ണൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാവി കളയരുത് എന്ന്. അതുകൊണ്ട് സൈക്കിൾ ഞാൻ പൂട്ടിയതിന് ശേഷം ഷെഡി പോക്കറ്റിലാണ് ഞാൻ എന്റെ ചാവി വെക്കുന്നത്. ഇപ്പോഴാണ് ഈ ഒരു പോക്കറ്റ് ഷെഡിന്റെ ഒക്കെ ഉപയോഗം എനിക്ക് മനസ്സിലാവുന്നത്. കയറി പോകുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ പഴയ വലിയൊരു വാതിലാണ് കണ്ടത്. ഒരു കാലത്ത് ഈ ഒരു സ്ഥലമായിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരം. പക്ഷെ ഇപ്പൊ ഇവിടെയുള്ള പ്രതിമകൾക്കൊന്നും മുഴുവൻ രൂപം പോലും ഇല്ല. ഇവിടെയുള്ള മതിലുകളിലെല്ലാം ഒരുപാട് അർത്ഥങ്ങളുള്ള കൊത്തുപണികളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ തന്നെ പരിചയപ്പെട്ട 2 കർണാടകക്കാരൻ്റെ എന്റെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് പോകുമ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ലോട്ടസ് മഹൽ എന്ന് പറയുന്ന സ്ഥലം, അതും കൂടെ വീഡിയോ എടുത്തിട്ട് പൊക്കോന്ന്. അതുകൊണ്ട് ഞാനിപ്പോ ലോട്ടസ് മഹൽ കാണാൻ പോവാണ്. ഇവിടത്തെ ആണെങ്കിൽ റോഡുകളൊക്കെ ഇതുപോലത്തെ മണ്ണ് റോഡായതുകൊണ്ട് നേരെ നോക്കി ഓട്ടിച്ചില്ലെങ്കിൽ തലയും കുത്തി വീഴാം. അങ്ങനെ ഇപ്പൊ ഇതാണ് ലോട്ടസ് മഹൽ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് നടന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് സായിപ്പന്മാരുടെ സിനിമ ഷൂട്ടിംഗ് ഞാൻ കണ്ടത്. ഞാനിതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഉള്ളിൽ ട്രൈപോഡ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ സായിപ്പന്മാർ ഇവിടെ ഒരു സിനിമ എടുത്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ ഇറങ്ങിയതും ആദ്യം ഞാൻ പോയത് ഈ ഒരു തൊപ്പി വാങ്ങാനായിരുന്നു. കാരണം ഇവിടുത്തെ ഈ ഒരു വെയില് തൊപ്പി ഇട്ടില്ലെങ്കിൽ എന്റെ തല വരെ ചിലപ്പോൾ കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഇവിടെ ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി തരുന്നത് ബീൻസ് ഉപ്പേരിയാണ്. അത് കഴിഞ്ഞ് നേരെ ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒറ്റയ്ക്കൊന്നും അല്ലാട്ടോ റെസ്റ്റ് എടുക്കുന്നത്, എന്റെ കൂടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു കുരങ്ങൻ എന്റെ കുപ്പിത്തെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പോയത് ഞാൻ കാത്തിരുന്ന് കാണാനിരുന്ന ഈ ഒരു 50 രൂപന്റെ സ്ഥലത്തേക്കായിരുന്നു. ഇവിടെ വരുന്ന എല്ലാവരും കയ്യിൽ 50 രൂപയും വെച്ചിട്ടാണ് വരുന്നത് ഫോട്ടോ എടുക്കാൻ. അതുകൊണ്ട് അവരുടെ ഒരു തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അമ്പലത്തിന്റെ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോയി. ഞാൻ ട്രൈപോഡും വെച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഒരു ചേച്ചി എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് എനിക്കും കൂടെ ഫോട്ടോ എടുത്തു തരുമെന്ന്. ശരി ഓക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു കൊടുത്തു. പക്ഷെ ഫോട്ടോ അടിപൊളിയായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞ് ആ ചേച്ചിന്റെ ഫാമിലി മൊത്തം വിളിച്ചിരുത്തി അവരുടെയൊക്കെ ഫോട്ടോ എടുപ്പിച്ചു. അത് കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ മ്യൂസിക് പില്ലറുകൾ. ഇതിലൊന്ന് കൊട്ടി പറഞ്ഞാൽ ചെണ്ടയിൽ നിന്ന് വരുന്ന പോലെ സൗണ്ട് വരും. പക്ഷെ ഇപ്പൊ അതിക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതിലൊന്ന് കൊട്ടി നോക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാത്ത ഒരു വിഷമത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു ഏട്ടൻ വന്നിട്ട് പറയണത് നീ ഇതിലൊന്ന് കൊട്ടി നോക്ക് സൗണ്ട് വരുന്നു, അത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്ക്. അങ്ങനെ ഇപ്പൊ ആ ഒരു ആഗ്രഹം നടന്നതിന് ശേഷം ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.